ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വേഗം വരുന്നവനായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ പാറയുടെ ചില സവിശേഷതകളായിരുന്നു നാം പഠിച്ചു വന്നത്. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 2-ാമത്തെ വാക്യവും, സങ്കീർത്തനം 18-46, സങ്കീർത്തനം 19-14, സങ്കീർത്തനം 62-2 ആ പാറയെക്കുറിച്ചുള്ള ചില ആലോചനകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചു. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ട പാറയാണ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നവൻ, അവൻ തന്നെ എൻ്റെ പാറ. ആവർത്തിച്ച് സങ്കീർത്തനക്കാരന് പാറയോടുള്ള അമിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഞ്ചയായിരുന്നു കഴിഞ്ഞയാഴ്ച നാം പഠിച്ചു വന്നത്. ആ പാറയുടെ ചില സവിശേഷതകൾ ഒന്നുകൂടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദൈവമേ. തിരക്കിൻ്റെയും ബഹളത്തിൻ്റെയൊക്കെ ഇടയിൽ നീ ഞങ്ങൾക്ക് വേർതിരിച്ചു തന്ന ഈ അമൂല്യ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദൈവമേ. തിരക്കുള്ള ജീവിതമാണ് ഞങ്ങളുടേത്. പല പല കാര്യങ്ങൾക്കായി ഞങ്ങളുടെ മനസ്സ് വ്യാകുലപ്പെടുകയാണ്. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഞങ്ങൾ സംതൃപ്തരല്ല. അനുദിനം കേൾക്കുന്നതും നടക്കുന്നതുമായിരിക്കുന്ന ഓരോ സംഭവങ്ങളും സംഗതികളും ഞങ്ങളെ വേദനിപ്പിക്കുകയാണ് സ്വർഗത്തിലെ പിതാവേ. പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷിക്കുന്നെങ്കിൽ, ഞങ്ങൾ ധൈര്യമായി ഇരിക്കുന്നെങ്കിൽ, അത് നിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം നീ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാൻ ഇടയാകണമപ്പ. കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസവും രോഗത്തിൻ്റെ സൗഖ്യവും കൊടുക്കുമാറാകണമേ. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ ഈ പാറയുടെ ചില സവിശേഷതകൾ നാം കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു ഭാഗം നാം ദർശിച്ചു. അതിലെ പാറകൾ 6-ാം അധ്യായം 28-ന്റെ 6-ാം വാക്യം, അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം. തൊട്ട് താഴെ ആ പാറയെക്കുറിച്ച് വീണ്ടും പറയുന്നത് കനക പൊടിയും അതിനകത്തുണ്ട് എന്നാണ്. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, നീല നിറമുള്ള പാറയാണ്. നീല നിറം നീല ആകാശത്തെ കാണിക്കുന്നുവെന്നും ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുവെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിക്കുകയും സമാഗമന കൂടാരത്തിൽ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പിരിച്ച പഞ്ഞുനൂലും ഒക്കെ കണ്ടിട്ട് ദേവാലയത്തിനകത്ത് കടന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെക്കുറിച്ചൊക്കെയും നാം പഠിക്കുകയുണ്ടായി. ഇന്ന് വീണ്ടും നാം പഠിക്കുന്നത് അതിലെ കനകപ്പൊടിയും ഈ പാറയിലുണ്ട് എന്നാണ്. ഇതൊരു പൊടിഞ്ഞ പാറയാണ്. ഇത് പൊടിയോട് സദൃശ്യമാക്കുന്ന പാറയാണ്. ഇതിനകത്ത് പൊടിഞ്ഞൊരനുഭവമുണ്ട് ഈ പാറയിൽ. ഈ പാറയിൽ വരുന്ന ദൈവമക്കളെ, ഒരു പൊടിയുടെ അനുഭവം, ഒരു നുറുങ്ങുന്ന അനുഭവം, ഒരു തകർന്ന അനുഭവം ദൈവമക്കൾക്കുണ്ട് ഈ പാറയിലേക്ക് വരുമ്പോൾ. ഈ പാറ അതിനുദാഹരണമാണ്. ഇത് കാൽവരി കുരിശിൽ നുറങ്ങപ്പെട്ട പാറയാണ്. ഇത് കാൽവരി കുരിശിൽ തകർക്കപ്പെട്ട പാറയാണ്. അവൻ്റെ പച്ച ഇറച്ചിയിൽ ഇരുമ്പാണി അടിച്ചു താത്തിയപ്പോൾ അവിടെ നുറുങ്ങുകയായിരുന്നു. അവൻ്റെ മാംസളമായ ഭാഗത്ത് ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ ചൂണ്ട പോലുള്ള മാരകമായ ആയുധങ്ങൾ ചാട്ടയുടെ അഗ്രഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് അവൻ്റെ മേൽ അടിച്ചപ്പോൾ ആ അടി കിട്ടി ശരീരത്തിൽ ഈ ചാട്ടയുടെ അഗ്രഭാഗത്തുള്ള ചൂണ്ട തുളഞ്ഞു കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഉയർത്താൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ
യേശു ക്രിസ്തുവിനെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ, അവനെ കഷ്ടപ്പെടുത്തിയപ്പോൾ, അവനെ അവർ അടിച്ചപ്പോൾ ഈ ചാട്ടവാർ പൊക്കാനായി ചരിത്രം പറയുന്നത് 2 or 3 യഹൂദ ബാലന്മാരെ അവിടെ നിർത്തിയിരുന്നു എന്നാണ്. കാരണം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ ചാട്ട രണ്ടാമത് വലിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ ആ ചൂണ്ട അഥവാ തുളച്ച് കയറിയിട്ടുള്ള മാരകമായിരിക്കുന്ന ആ ആയുധം ഫ്രീ ആക്കി അത് പറിച്ചെടുത്തിട്ട് ആ ചാട്ട സ്വതന്ത്രമാക്കി കൊടുക്കുമ്പോഴാണ് രണ്ടാമത്തെ അടിക്കായിട്ട് സാധ്യതയുള്ളൂ. അങ്ങനെ വണ്ണം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നു, ഒരടി കൊടുത്തിട്ട് അഥവാ ചാട്ടവാര കൊണ്ട് ഒരടി അടിച്ചിട്ട് രണ്ടാമത് ഈ ചാട്ട ഉയർത്തണമെങ്കിൽ അല്പതാമസമുണ്ട്. കാരണം തുളഞ്ഞു കയറപ്പെട്ട ശരീരത്തിൻ്റെ മാംസങ്ങളിൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചതായ, പൊടിഞ്ഞതായ, ശരീരം നുറുങ്ങിയതായ ആ അനുഭവത്തിൽ നിന്ന് വീണ്ടും ചാട്ട അടിക്കാനായിട്ട് എടുക്കുമ്പോൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയുടെ അഗ്രഭാഗത്ത് മണിക്കഷ്ണങ്ങൾ തങ്ങിക്കിടക്കുന്നത് പോലെ ഒരു പക്ഷേ യേശുവിൻ്റെ മാംസക്കഷ്ണങ്ങൾ ഈ ചാട്ടയുടെ അഗ്രഭാഗത്ത് തങ്ങിക്കിടപ്പുണ്ടാകും. ഈ മാംസങ്ങൾ പിഴുതെടുത്ത സ്ഥാനം നുറുങ്ങിക്കിടക്കുകയാണ്, അവിടെ തകർന്നിരിക്കുകയാണ്. ഒരു നുറുങ്ങലിൻ്റെ അനുഭവമാണ് നാം അവിടെ കാണുന്നത്. ഈ പാറ ക്രിസ്തു ആകുന്നു. ഈ പാറ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട പാറയാണ് പ്രിയപ്പെട്ടവരെ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മറക്കാതിരിക്കുക, എൻ്റെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നുറുങ്ങിയത് കൊണ്ട്, അവൻ തകർന്നതുകൊണ്ട് ഇന്നേക്കും ഞാൻ ജീവിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു. പൊടിഞ്ഞ പാറ, നുറുങ്ങിയ പാറ. ഈ പാറയിലേക്ക് വരുമ്പോൾ ഒരു നുറുങ്ങലിൻ്റെ അനുഭവം ദൈവമക്കൾ മറന്നു പോകരുത്. നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. നാം തകരുമ്പോൾ, നാം നുറുങ്ങുമ്പോൾ, നാം പൊട്ടിക്കരയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുനീര് കാണും. നൊന്തു പ്രസവിച്ച ഒരു ബാലനെ, ഒരു കുഞ്ഞിനെ മരുഭൂമിയുടെ മണലിൽ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് അമ്മ ഒരമ്പിൻപാട് അകലെ വന്ന് ആഖാർ ചുട്ടുപഴുത്ത മണലിൽ മുട്ടുമടക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം അവളുടെ നേരെ വരികയായിരുന്നു. എന്താണ് ആ വിളി? ആഖാർ, ആഖാർ. എന്ത് ശക്തമായ വിളിയാണ്, എന്ത് ആഹ്വാനത്തിൻ്റെ വിളിയാണ്. മുട്ടുമടക്കി പൊട്ടിക്കരഞ്ഞതിൻ്റെ പ്രതിഫലം, വേദനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ പ്രതിഫലം. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങളായിരിക്കുന്നത് എനിക്ക് നിശ്ചയം പോരാ. ഏത് പ്രശ്നമാണ് നിങ്ങളെ അലട്ടുന്നത് എനിക്കറിയത്തില്ല. ഏത് പ്രശ്നം നിങ്ങളെ അലട്ടിയാലും ഞാൻ അറിയുന്നില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിനെ വ്യക്തമായി നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ ഓമന പേര് ചൊല്ലി വിളിക്കാൻ കഴിവുള്ള അപ്പാ പിതാവേ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതൊരു പ്രസംഗം മാത്രമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കണം. ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തിൽ തറയണം. ഓരോ വാക്കും കർത്താവിൻ്റെ വാക്കാണ്. അതാരെവിടെ വെച്ച് പറഞ്ഞാലും കർത്താവിൻ്റെ വാക്കാണ്. നമ്മുടെ കുഞ്ഞ് എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ കുഞ്ഞ് തന്നെയാണ്. അവനെ പള്ളിയിൽ വെച്ച് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടതുകൊണ്ടോ നമ്മുടെ കുഞ്ഞാകാതിരിക്കുന്നില്ല. എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ കുഞ്ഞ് തന്നെയാണ്. പാടത്ത് വെച്ച് കണ്ടാലും, പറമ്പിൽ വെച്ച് കണ്ടാലും, റോഡരികിൽ കണ്ടാലും നമ്മുടെ കുഞ്ഞ് തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ വചനം ആര് പ്രസംഗിച്ചാലും, എവിടെ പ്രസംഗിച്ചാലും, എവിടെ കേട്ടാലും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനമാണ്. അതെനിക്ക് വേണ്ടിയുള്ളതാണ്, അതെൻ്റേതാണ്, അതെൻ്റെ കുഞ്ഞാണ്. എനിക്ക് മറക്കാനായിട്ട്
പറ്റത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പാറയ്ക്ക് ഒരു നുറുങ്ങിയ അനുഭവം ഉണ്ടാകും. ഈ ആഖാർ മുട്ടുമടക്കി പൊട്ടിക്കരഞ്ഞു, നുറുങ്ങി. അവളുടെ ഹൃദയം നുറുങ്ങുകയാണ്. കാരണം താൻ നൊന്തു പ്രസവിച്ച ഓമനക്കുഞ്ഞ് ഒരു തുള്ളി വെള്ളമില്ലാതെ മരണത്തോട് മല്ലിട്ട് ആ മരുഭൂമിയിൽ കരക്കിട്ട മത്സ്യം പോലെ പിടയുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സാണ് നുറുങ്ങിയത്, അവളുടെ ഹൃദയമാണ് നുറുങ്ങിയത്. കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവൾ ദൈവത്തോട് പൊട്ടിക്കരഞ്ഞു. എന്താണ് ദൈവം പറഞ്ഞത്? കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒരു നീരുറവയാണ് കണ്ടത്. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കണമോ? നുറുങ്ങുക. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമോ? നീ തകർന്ന് അടിഞ്ഞ് ഒന്നുമല്ലാതായിത്തീരുക, നീ അല്ലാതായിത്തീരുക. ദൈവം വളരട്ടെ. ഞാനോ കുറയണം, അവനോ വളരണം. അപ്പോൾ ഈ പാറയുടെ പ്രത്യേകത, ഇത് പൊടിഞ്ഞ പാറയാണ്. പൊടിഞ്ഞ, നുറുങ്ങുന്ന, തകരുന്ന, വിനയപ്പെടുന്ന ഒരനുഭവമാണ് ഈ പാറ കാണുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പായസമുണ്ടാക്കുന്ന ജനം പേച്ചുര പറിച്ച് പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മരണം പിടികൂടിയപ്പോൾ യഹോവ പുരുഷനായുള്ളവേ, കലത്തിൽ മരണം, കലത്തിൽ മരണമെന്ന് ആവർത്തിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്താ പറഞ്ഞത്? ഒരു പിടി മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഒരു പിടി മാവ് കൊണ്ടുവന്ന് ആ കലത്തിലിട്ടിളക്കി കുടിച്ചപ്പോൾ മരണം മാറിപ്പോയി. എന്താണ് പ്രിയപ്പെട്ടവരെ മാവ്? മാവെന്ന് പറയുന്നത് എന്താണ്? ഒരു ധാന്യം പൊടിഞ്ഞതാണ്. ആ പൊടിയുന്നിടത്താണ് ഒരു ധാന്യം, ഗോതമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധാന്യമോ പൊടിഞ്ഞതിനാണ് മാവെന്ന് പറയുന്നത്. അപ്പോൾ പൊടിഞ്ഞത് ഈ കലത്തിൽ വന്നപ്പോൾ മരണാവസ്ഥയിൽ, മരണമുള്ള സ്ഥലത്ത്, മരണത്തിൻ്റെ മുമ്പിൽ, മരണത്തിൻ്റെ സാന്നിധ്യത്തിൽ പൊടി വന്നപ്പോൾ, പൊടിഞ്ഞ അനുഭവം ഉണ്ടായപ്പോൾ, നുറുങ്ങിയ അനുഭവം ഉണ്ടായപ്പോൾ മരണം മാറിപ്പോയി. കുടുംബത്തിൽ സമാധാനം വേണമോ? ഒരാൾ നുറുങ്ങുക. കുടുംബത്തിൽ സ്വസ്ഥത വേണമോ? ഒരാൾ നുറുങ്ങുക, ഒരാൾ ക്ഷമിക്കുക. ഭാര്യയും ഭർത്താവും പരസ്പരം ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരാളൊന്ന് പൊടിഞ്ഞാട്ടെ, ഒരാളൊന്ന് നുറുങ്ങിയാട്ടെ, ഒരാളൊന്നും ഇല്ലാതെ ആയിക്കൊള്ളട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരും. ഈ പാറയുടെ രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഇത് പൊടിഞ്ഞ പാറയാണ്. നമ്മൾ സൂക്ഷിക്കുക, നാം പൊടിയുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ സൂക്ഷിക്കണം. പലപ്പോഴും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മറ്റൊരുത്തനെ, അവൻ്റെ കുറവുകൾ, അവൻ്റെ കുറ്റങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ അറിയുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്ത് എന്നാരും ശ്രദ്ധിക്കാറില്ല. അത് സുഭിക്ഷമാണ്, സുരക്ഷിതമാണ്, ആരും ശ്രദ്ധിക്കാറില്ല. പണ്ട് ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. അന്ധനായ ഒരു മനുഷ്യൻ, കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ഒരു വിരുന്നിനായിട്ട് സ്വന്തക്കാരുടെ വീട്ടിൽ ചെന്നു. പകലാ ചെന്നത്. കുറേ അധികം നേരം സംസാരിക്കുകയും വർത്തമാനമൊക്കെ പറയുകയും നാട്ടുവിശേഷം പറയുകയും ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ അവിടെ ചെന്ന് ഇരുന്നു. അവസാനം അല്പം വൈകിപ്പോയി, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പറഞ്ഞു, എനിക്ക് പോകണം, പോയി ഒക്കത്തുള്ളൂ, വീട്ടിൽ പല കാര്യങ്ങളുണ്ട്, ഞാൻ പോകട്ടെ. ആ വീട്ടുകാരൻ പറഞ്ഞു, ഇന്ന് പോകണ്ട, നല്ല ഇരുട്ടായി, ഇന്നിവിടെ താമസിക്കാം. ഇല്ല, ഞാനെന്നും പകലും രാത്രിയും എനിക്ക് ഇരുട്ടാണല്ലോ, എൻ്റെ കണ്ണിന് പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വഴിയറിയാം, ഞാൻ പൊക്കോളാം. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഒരു മെഴുതിരി കത്തിച്ച് ഈ അന്ധൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ അന്ധനായ മനുഷ്യൻ പരിഹസിച്ചിട്ട് പറഞ്ഞു, എന്തിനാ എനിക്ക് മെഴുതിരി? എനിക്ക് വെട്ടം കാണാൻ പറ്റുമോ? എനിക്ക് കണ്ണ് കാണാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ രാത്രിയിൽ എനിക്ക് എന്തിനാ മെഴുതിരി? അയാളൊരു കാര്യം പറഞ്ഞു, തനിക്കല്ല മെഴുതിരി, താങ്കൾക്കല്ല മെഴുകുതിരി, മറിച്ച് നിങ്ങൾ ഈ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ വേറൊരാൾ ഇരുട്ടിൽ കൂടെ വന്നാൽ നിങ്ങളെ തട്ടി വീഴിക്കാതിരിക്കാനും നിങ്ങൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാനും തിരി കാണുമ്പോൾ ആ മനുഷ്യൻ വഴിമാറിപ്പോകും, നിങ്ങളെ തട്ടി വീഴ്ത്തുകയില്ല, നിങ്ങൾക്ക് ദോഷം വരികയുമില്ല. അതിനുവേണ്ടിയാണ് ഈ തിരി. വളരെ സന്തോഷത്തോടെ ആ മനുഷ്യൻ തിരി വാങ്ങിച്ച് യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരാൾ വന്ന് വളരെ വേഗത്തിൽ വന്ന് ഇയാളെ ഇടിച്ചു വീഴ്ത്തി, തട്ടി വീഴ്ത്തി. വളരെ കുപിതനായി ദേഷ്യപ്പെട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ കാഴ്ചയുള്ള മനുഷ്യനല്ലേ? എൻ്റെ കയ്യിൽ മെഴുകുതിരി ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പാടില്ലായിരുന്നോ ഞാൻ വരുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങയുടെ കയ്യിൽ മെഴുകുതിരിയുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് കെട്ടുപോയിരുന്നു എന്നുള്ളത് അങ്ങ് അറിഞ്ഞില്ല. നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല, അത് പ്രകാശിക്കുന്നുണ്ടോ എന്നറിയണം. അന്ധൻ ക്ഷമ പറഞ്ഞു, അവിടെ നിന്ന് പരസ്പരം പിരിഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളിലെല്ലാം ഉണ്ടായിരുന്നു, എപ്പോഴാണ് പോയത് എന്ന് ഓർത്തുകൊള്ളണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് മാമോദിസയുണ്ട്. നാം കർത്താവിൻ്റെ നാമത്തിൽ
യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മാമോദിസയേക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട, ദൈവിക പേര് വിളിക്കപ്പെട്ട ക്രൈസ്തവനാണ്. പക്ഷേ നമ്മളിൽ നിന്ന് ആ അനുഭവം പോയോ? അതുകൊണ്ടാണ് നമ്മളെ തട്ടി ഇന്ന് പലരും വീഴുന്നതും നാം വീഴുന്നതും. മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ ഭാഗവും വിടുകയാണ്. അപ്പോൾ ഈ പാറയുടെ പ്രത്യേകത, ഒന്ന്, നീല നിറമുള്ള പാറയാണ് അത്. രണ്ട്, ഈ പാറയുടെ പ്രത്യേകത, അതിനകത്ത് പൊടിയുന്ന ഒരനുഭവമുണ്ട്, നുറുങ്ങുന്ന ഒരനുഭവം കൂടെയുണ്ട്. മൂന്നാമത്തെ കാര്യവും നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കഴുകൻ അതിൻ്റെ പാത കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴുകന്മാർക്ക് വരാൻ പറ്റാത്ത ഒരു പാറയാണ് എൻ്റെ പാറ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ പാറ, എന്നേക്കും വാഴ്ത്തപ്പെട്ട എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, എൻ്റെ ജീവൻ്റെ ബലമായിരിക്കുന്ന എൻ്റെ പാറ, ഞാൻ ആ പാറ അവനാണെന്ന് വിശ്വസിക്കുന്ന എൻ്റെ പാറ. ഈ പാറയുടെ പ്രത്യേകതയാണ് നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമുള്ള പാറ. രണ്ട്, കനകപ്പൊടി അഥവാ പൊടിയുന്ന അനുഭവമുള്ള പാറ. മൂന്നാമതായി പഠിക്കേണ്ടത്, കഴുകൻ അതിൻ്റെ അടുക്കൽ വരുന്നേ ഇല്ല. എന്താ കഴുകൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. വളരെ ഉന്നതത്തിലാണ് ഈ കഴുകൻ്റെ പറക്കലൊക്കെ. സാധാരണ പക്ഷിയേക്കാൾ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ഈ കഴുകൻ, എല്ലാ പക്ഷികളും ബഹുമാനിക്കുന്ന ഈ കഴുകൻ, ഏറ്റവും ഉയരത്തിൽ പറക്കാൻ ശക്തിയുള്ള ഈ കഴുകൻ. പക്ഷേ ഈ കഴുകനൊരു പ്രത്യേകതയുള്ളത്, ഏറ്റവും ഉയരത്തിൽ ഈ കഴുകൻ പറന്നാലും ഈ കഴുകൻ്റെ ഭക്ഷണം ശവമാണ്, നിർജീവമായ വസ്തുവാണ് ഈ കഴുകൻ്റെ ഭക്ഷണം. ആളുകളുടെ മുമ്പിൽ ഉയരത്തിലാണ്, ആളുകളുടെ മുമ്പിൽ ഉന്നത പദവിയിലൊക്കെയാണ്. പക്ഷേ ജീവിതം നിർജീവമാണോ എന്ന് പരീക്ഷിക്കുവാനും പരിശോധിക്കുവാനും ഈ സമയം നമുക്ക് ചെലവിടേണ്ടതാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, പുറംപൂച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധ്യമല്ലെന്ന് അടിവരയിട്ട് വേദപുസ്തകം പറയുന്നു. കപട ഭക്തന്മാർക്കോ പുറംപൂച്ചുകാർക്കോ ദ്രവ്യാഗ്രഹികൾക്കോ സ്വയംഭോഗികൾക്കോ ബിംബാരാധികൾക്കോ അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവർക്കോ ഒന്നും ഈ രാജ്യത്തിൽ കടക്കാൻ, ഈ പാറയിൽ കടക്കാൻ സാധ്യമല്ലെന്ന് യേശുക്രിസ്തു വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴുകൻ എന്ന് പറയുന്നത് ഉയരത്തിലാണ് പറക്കുന്നതെങ്കിലും അവൻ്റെ ഭക്ഷണം വളരെ മോശമായ ഭക്ഷണമാണ്. ഇന്ന് എല്ലാ ദൈവമക്കളും ഓർത്ത് ദൈവത്തോട് സ്തുതിക്കും, കർത്താവേ, ഞാൻ വലിയ സ്ഥാനമാനങ്ങളൊക്കെ പുറത്തുണ്ട്, ഒത്തിരി പേരെന്നെ ബഹുമാനിക്കുന്നുണ്ട്, ഒത്തിരി പേരെന്നെ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ മാന്യനാണെന്നുള്ള ധാരണയും എനിക്കുണ്ട്. എന്നാൽ നിൻ്റെ മുമ്പിൽ ഞാൻ ആരാണ് എന്നൊരു തിരിച്ചറിവിന് വേണ്ടി എനിക്ക് കൃപ തരണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ യേശു ഈ പരീശന്മാരെ നോക്കി പറഞ്ഞു, വെള്ള തേച്ച കല്ലറകളെ എന്ന വളരെ വ്യക്തമായിട്ട് ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒരു ഉപമയായിരുന്നു അന്ന് അവർക്ക് കൊടുത്തിട്ടുള്ളത്. വെള്ള തേച്ച കല്ലറ. അകലെ നോക്കുമ്പോൾ എന്തും മനോഹരമാണ് ഈ കല്ലറ. പഴയകാലത്ത് വൈറ്റ് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു വിലപ്പെട്ട വളരെ ഭംഗിയുള്ളൊരു കാര്യം. ഇന്ന് ടൈൽസ് മുതൽ വേറെ പലതും, അതിന് തേക്കും തടിയുടെ പ്ലാനിങ് ഇത് മുതൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ പഴയ കാലത്ത് അതൊന്നുമല്ല. വെള്ള അടിക്കുക, കുമ്മായം പൂശുക, പണിയെല്ലാം കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ മിനുക്കുമണി കഴിയുമ്പോൾ വെള്ളയടച്ചിടുക, കുമ്മായം പൂശിയിടുക, പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവമായിട്ട് അത് മാറുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കല്ലറയിൽ വെള്ള പൂശാനൊന്നും സാധ്യമല്ല. ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ളവനും ഉന്നതനും പരീശന്മാർക്കും ഒക്കെയാണ് അന്നത്തെ കാലത്ത് വെള്ള പൂശാൻ അവകാശമുള്ളൂ അഥവാ സാധ്യമാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവർ വെള്ള പൂശി വലിയ കല്ലറയെ വളരെ ഭംഗിയാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന് നല്ല ഒരു സാഹചര്യം കിട്ടി. യേശുവിന് നല്ല ഒരു ഉപമ പറയാൻ പറ്റി. ഈ കല്ലറ കണ്ടപ്പോൾ ശാന്തമായിട്ട് കർത്താവ് പറഞ്ഞു, ഓർക്കുക, ദൈവമക്കൾ ശ്രദ്ധിക്കുക, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉത്തമമായ ഉദാഹരണങ്ങൾ കൊണ്ട് മനുഷ്യനെ പഠിപ്പിക്കണം. പിള്ളേർക്കൊക്കെ ഉത്തമമായ ഉദാഹരണങ്ങൾ കൊടുക്കണം. അതല്ലാതെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന ഉദാഹരണങ്ങളല്ല, കുഞ്ഞുങ്ങളെ ഭയപ്പെടുന്ന ഉദാഹരണങ്ങളല്ല. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും സന്തോഷം തോന്നും. അത് നല്ല ഉദാഹരണങ്ങളായിരിക്കണം, ചിന്തിക്കാവുന്നതായിരിക്കണം. പരീശന്മാർക്ക് നല്ലൊരു ഉദാഹരണം കർത്താവ് കൊടുത്തു, വെള്ള തേച്ച ഈ കല്ലറ.
ഈ കല്ലറയുടെ ഉള്ളെന്താണെന്ന് ആർക്കും പറയത്തില്ല. പക്ഷേ പുറമേ നല്ല വെള്ള തേച്ച കല്ലറയാണ്. ഒരു കല്ലറ ശാന്തമായിട്ട് അതിൻ്റെ ഒരു പാളി ഒന്ന് മാറ്റി നോക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടമാണോ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ? ഒരു മിനിറ്റ് നോക്കുക. നമ്മൾ ഒരു കല്ലറ, ഞാൻ ഒത്തിരി സംസ്കാര ശുശ്രൂഷ ചെയ്യുമ്പോൾ കല്ലറയുടെ ആ മുകൾ ഭാഗത്തുള്ളതായിരിക്കുന്ന അതിൻ്റെ ആ സ്ലാബ് മാറ്റിവെച്ച് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ആ കുഴിയുടെ ഉള്ളിലേക്ക് നോക്കാറുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവർ? പഴയ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതിനു മുമ്പ് അടക്കം ചെയ്ത മനുഷ്യൻ്റെ മുറിച്ച വാഴത്തട പോലെയുള്ളതായ അസ്ഥിഖണ്ഡങ്ങൾ തീർന്നില്ല, പല്ലിച്ച് കിടക്കുന്ന തലയോട്ടിയുടെ ചില വശങ്ങൾ തീർന്നില്ല, പഴുതാരയും എട്ടുകാലിയും ഒക്കെ അവസാനിക്കുന്നില്ല, ഗന്ധകത്തിൻ്റെ നാറ്റം, ഇരുളടഞ്ഞ അവസ്ഥാവിശേഷം. പുറമേ എന്തൊരു മനോഹരമായിരുന്നു! പുറമേ ആ കല്ലറ കണ്ടാൽ വല്ലവരും പറയുമോ ഇതിനകത്ത് ഇത്രമാത്രം അഴുക്കുണ്ടെന്ന്? പലപ്പോഴും നമ്മളെയൊക്കെ ദൈവം അങ്ങനെയാണ് അളക്കുന്നത്. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് പാട്ടുപാടും, നല്ല സ്വരവാസനയുള്ള ആളാണ് എന്നൊക്കെ പലരും പലരെക്കുറിച്ച് പറയുന്നത് ആകാം, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ആരെയും നമ്മൾ വിധിക്കുന്നില്ല. പക്ഷേ യേശു പറയുന്നു, നിൻ്റെ ഉള്ളം നന്നായിരിക്കണം, നിൻ്റെ ഹൃദയം നന്നായിരിക്കണം. അങ്ങനെ പുറംപൂച്ചുകാർക്ക്, കപടഭക്തിക്കാർക്ക് കടക്കാൻ കഴിയാത്ത പാറ ഈ പാറ. ഇത് അനുഗ്രഹിക്കപ്പെട്ട പാറയാണ്. ഇത് ദൈവമക്കൾക്ക് ശരണമായിരിക്കുന്ന പാറയാണ്. ഇത് ദൈവമക്കളുടെ അടിസ്ഥാനമാകുന്ന പാറയാണ്. ഇത് ദൈവമക്കൾക്ക് വാഴ്ത്തപ്പെട്ട പാറയാണ്. നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ഈ പാറയിൽ ഉണ്ട്. ഇത് പൊടിഞ്ഞ പാറ ആണ്. ഈ പാറ കഴുകൻ വരാത്ത പാറയാണ്. ബാക്കി ഈ പാറയുടെ സവിശേഷത അടുത്ത എപ്പിസോഡിൽ ദൈവമക്കളുമായി ഞാൻ പങ്കുവയ്ക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നല്ല ദൈവവുമേ, ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് ഒരു പാറയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാറ ഞങ്ങൾക്ക് ജീവൻ്റെ പാറയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എൻ്റെ നിലവിളി കേട്ടു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഹല്ലേലൂയ. ആ പാറമേൽ നിർത്തിയിട്ട് എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി. ഈ പാറ സ്തുതിയുടെ പാറയാണ്. ഈ പാറ നീല നിറമുള്ള പാറയാണ്. ഇത് പൊടിയുന്ന അനുഭവമുള്ള പാറയാണ്. കഴുകന്മാർക്ക്, പരീശന്മാർക്ക് അടുത്തിയെല്ലാം കഴിയാത്ത പാറ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമപ്പാ. ഞങ്ങളുടെ ജീവിതത്തെ നീ ഒന്ന് ശോധന ചെയ്യണം. പുറംപൂച്ചല്ല, നുറുങ്ങിയ ഹൃദയത്തോടെ നിൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം കിട്ടണം. മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. Somebody